ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനൊരു കാര്യം, ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു. 4-5 വയസ്സുള്ളെന്ന് തോന്നണം ആ കുട്ടിക്ക്. എവിടെയാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. ആ കുട്ടിൻ്റെ അമ്മായിയാണ് തോന്നുന്നു വീഡിയോ എടുക്കുന്നത്. ആ കുട്ടിൻ്റെ അമ്മ സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ ഓടി വന്നതാണ്. അവളിൻ്റെ ഇപ്പോഴത്തെ രണ്ടാം കെട്ടിയവനും കൂടി ആ കുട്ടിനെ ഉപദ്രവിച്ചത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് നല്ല വിഷമമായിപ്പോയി. എന്തിനാ പെണ്ണുങ്ങൾ ഈ കാമത്തിന് വേണ്ടി ഭർത്താവിനെ വേണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചാൽ പോരെ? ഈ കാമത്തിന് വേണ്ടി മറ്റുള്ള ആണുങ്ങളുടെ കൂടെ പോയിട്ട് ഈ സ്വന്തം ചോരയിൽ പിറക്കുന്ന കുഞ്ഞിനെ വേറൊരുത്തൻ ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു സ്ത്രീനെ, അവളുടെ സ്ത്രീ സമൂഹത്തിനും കൂടി സ്ത്രീയാണെന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ത്രീയാണത്. ഈ സമൂഹത്തിൽ ഈ കാമത്തിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും പരക്കം പായുകയാണ്. അത്രയും ലോകം അതമ്പതിച്ചു പോയി. പുരാണങ്ങളിൽ പറയും പോലെ ലോക അവസാനങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പുരാണ കഥകളിൽ കേട്ടിട്ടുണ്ട്. അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രയോ അമ്മമാർ മക്കളില്ലാതെ കരഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. ദൈവം അറിഞ്ഞു നൽകിയ കുഞ്ഞുങ്ങളെ സ്വയം നോക്കാൻ കഴിവില്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കരുത്. ഈ പെണ്ണുങ്ങൾ, ആണുങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഒരു കുട്ടികളും ഭർത്താവുമുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ ഒരാണ് ചേരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അത് സ്നേഹം കൊണ്ടാണ് എന്ന് ഈ പെണ്ണുങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഈ സമൂഹത്തിൽ മക്കളിനെയും ഭാര്യനെയും വിട്ടു പോകണമെന്ന ആണുങ്ങൾ ചിന്തിക്കുന്നതും ഭർത്താവിനെയും മക്കളിനെയും വിട്ടു പോകണ പെണ്ണുങ്ങളും ചിന്തിക്കുന്നത്. ആ ഒരു സുഖം കുറേ കാലം കഴിയുമ്പോൾ സ്വാഭാവികം അവർ വല്ലാത്ത ഒരു ഇതിലാണ് ചെന്നെത്തി ആ ദേഷ്യം തീർക്കുന്നത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളിലാണ്. അത് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളിനെ ഉപദ്രവിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എവിടെയാണെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥയിൽ പേടിയില്ലാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇമാതിരിയുള്ള അക്രമങ്ങൾ നടക്കുന്നത്. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എവിടെയെങ്കിലും ഏൽപ്പിച്ച ആ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും നന്നായിട്ട് ജീവിക്കില്ലേ? എന്തിനാ അതുകളിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈ 3-4 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ആ കുഞ്ഞിനെ അറിയുക? ഈ ലോകത്തിലത്തെ എന്തറിയും? പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പീഡിപ്പിക്കുന്നു. ഇമാതിരിയുള്ള അമ്മമാർ കാമഭ്രാന്തെടുത്ത് കണ്ട ആണുങ്ങളുടെ കൂടെ ഓടിപ്പോയി ആ കുഞ്ഞുങ്ങളിനെ ഉപദ്രവിക്കുന്നു. എന്ത് സമൂഹമാണ്? ഇല്ലെങ്കിൽ എന്ത് ലോകമാണ്? നേതാക്കന്മാർക്കൊക്കെ അധികാരത്തിന് വേണ്ടി ചീറിപ്പായുന്ന നേതാക്കന്മാർ ഞങ്ങളാണ് വലുത് എന്ന് പറയുന്ന പാർട്ടിക്കാർ, പൊതുജനങ്ങളിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാത്ത ഒരു ഭരണകൂടങ്ങൾ. ശരിക്ക് പറഞ്ഞാൽ ലോകമേ, ഇന്ത്യയെ, കേരളമേ ഞാൻ വെറുക്കുന്നു. ഒരുപാട് സ്നേഹമുള്ള ഒരു രാജ്യമാണ് എൻ്റെ ഇന്ത്യ എന്ന് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെൻ്റെ ഇന്ത്യ, നമ്മുടെ രാജ്യം, എല്ലാ സഹോദരന്മാർ, അച്ഛനമ്മമാർ,
ഒരുപാട് സങ്കടങ്ങളുണ്ട്. അച്ഛനമ്മമാരിനെ അനാഥാലയത്തേക്ക് വിടുന്നു, കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നു, ഭർത്താവിനെ വിട്ട് ഭാര്യ പോകുന്നു, ഭാര്യയെ വിട്ട് ഭർത്താവ് പോകുന്നു. നാളെ അവരുടെ ജീവിതത്തിനെക്കുറിച്ച് അവർക്കൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ആർക്കും ശാശ്വതപ്പെടുന്നില്ല. കല്യാണം കഴിഞ്ഞ മക്കളും കുട്ടികളുള്ള ആണ് പോകണ്ടെങ്കിലും പെണ്ണ് പോകണ്ടെങ്കിലും അത് വെറും കാമം തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്നേഹമാണത്. അത് ഈ സമൂഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എനിക്ക് ആ വീഡിയോ ആ കുഞ്ഞിനെങ്ങനെ ഒരു കർട്ടനിട്ട പോലെ കാണിക്കുന്ന പാവ, അതിൻ്റെ മുഖം കാണിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തൊരു സ്ത്രീകളാണ്! സ്ത്രീകളെന്ന് പറയാൻ തന്നെ അപമാനമാണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെല്ലാം ഉള്ള ഈ രാജ്യത്തെ സ്ത്രീകളെ സ്ത്രീകളാണെന്ന് പറയാൻ തന്നെ അപമാനമാണ്. യക്ഷികൾ എന്ന് പറയുമോ ഇവരിനെ? ഇല്ലെങ്കിൽ വേറെ വല്ല പേരിട്ട് വിളിക്കണോ? അറിയില്ല. നമ്മളുടെ നിയമവ്യവസ്ഥകൾ മാറാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലെയുള്ള സമൂഹം കാണേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.